റംസാൻ നോമ്പിനോടനുബന്ധിച്ച് വീടുകളിലും പള്ളികളിലും തയ്യാറാക്കുന്ന വിശേഷ വിഭവങ്ങളിലൊന്നാണ് ജീരകക്കഞ്ഞി. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിൽ ഏറെയായി എല്ലാ നോമ്പുകാലത്തും തൃശൂർ കയ്പമംഗലത്ത് ജീരകക്കഞ്ഞി സൗജന്യമായി വിതരണം ചെയ്യാറുണ്ട്. ചളിങ്ങാട് നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് വിതരണം ചെയ്യുന്ന ജീരകക്കഞ്ഞി വാങ്ങാൻ ജാതി മത ഭേദമില്ലാതെ ദിവസേന നിരവധി ആളുകളാണ് എത്തുന്നത്. വ്രതമെടുത്ത് പ്രാർത്ഥനകളുമായി കഴിച്ചുകൂട്ടുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന വിഭവമാണ് ജീരകക്കഞ്ഞി. നോമ്പു തുറന്നാൽ ക്ഷീണമകറ്റാനും ഉന്മേഷത്തോടെ ഇരിക്കാനും പ്രത്യേക ചേരുവകൾ ചേർത്ത് തയ്യാറാക്കുന്ന കഞ്ഞി അത്യുത്തമമാണ്. കയ്പമംഗലം ചളിങ്ങാട് പള്ളികളിലും വീടുകളിലുമായി കഴിഞ്ഞ 25 വർഷത്തിലേറെയായുള്ള കഞ്ഞി വിതരണം നുസ്രത്തുൽ അനാം ചാരിറ്റബിൾ ട്രസ്റ്റ് കടമ പോലെ ഏറ്റെടുത്ത് നടത്തുകയാണ്. കാലത്ത് ഞങ്ങൾ 6 മണിക്ക് വരും. 6 മണിക്ക് എന്നിട്ട് 12 മണിയാകുമ്പോഴത്തേനും നമ്മളെ പരിപാടി അവസാനിക്കും. ഇത് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് നല്ലതാണ്, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്ക് ഇത് കുടിക്കാനൊക്കെ. ട്രസ്റ്റ് വിതരണം ചെയ്യുന്ന കഞ്ഞി വാങ്ങുന്നതിനും കഴിക്കുന്നതിനും ജാതി മതഭേദമന്യേ നിരവധി ആളുകളാണ് ചളിങ്ങാടെത്തുന്നത്. കോവിഡ് കാലത്തൊഴികെ ബാക്കി നോമ്പുകാലത്തെല്ലാം ജീരകക്കഞ്ഞിയുടെ വിതരണം മുടക്കമില്ലാതെ നടന്നു. 29 വർഷം ആയി ഈ കഞ്ഞി പരിപാടി തുടങ്ങിയിട്ട്. അതുകൂടാതെ പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ കോവിഡിൻ്റെ സമയത്ത് മാത്രമാണ് നമുക്ക് അത് കൊടുക്കാൻ പറ്റാതിരുന്നുള്ളൂ. മറ്റുള്ള ഇതുവരെക്കും നമുക്ക് വേറെ രീതിയിലൊന്നും മുടങ്ങിയിട്ടില്ല. നമ്മുടെ ഈ ഒരു 5-6 കിലോമീറ്റർ ഏരിയയിലുള്ള ജാതി മതഭേദമന്യേ രാഷ്ട്രഭേദമന്യേ എല്ലാവരും ആര് വന്നാലും നമ്മൾ ഈ കഞ്ഞി കൊടുക്കുന്നുണ്ട്. അരി, നാളികേരം, മഞ്ഞൾപ്പൊടി, ഉലുവ, ചെറിയ ഉള്ളി, മല്ലിപ്പൊടി, നല്ല ജീരകം, വെളുത്തുള്ളി എന്നിവ കൃത്യമായ അളവിൽ ചേർത്താണ് ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത്. നോമ്പുകഞ്ഞി എന്ന പേരിലും വിവിധ സ്ഥലങ്ങളിൽ ജീരകക്കഞ്ഞി അറിയപ്പെടുന്നു. നോമ്പെടുക്കുന്നവർക്കൊപ്പം പൊതുജനങ്ങൾക്ക് കൂടി വിതരണം ചെയ്യുന്നതിനാൽ 75 കിലോ അരിയുടെ കഞ്ഞിയാണ് ദിവസവും ചളിങ്ങാട് പാചകം ചെയ്യുന്നത്. രാവിലെ 6 മണിയോടെ ഇതിനായുള്ള ജോലികൾ ആരംഭിച്ചാൽ 11 മണിയോടെയാണ് പാചകം പൂർത്തിയാവുക. ന്യൂസ് മലയാളം, തൃശൂർ.